ഡോക്ടർ ബി ജയരാജ്, നോക്കൂ, മതരാഷ്ട്രവാദം എന്ന അജണ്ടയിലൂന്നിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പോക്ക്. അതവരുടെ അമീർ കഴിഞ്ഞ ദിവസവും തുറന്നു പറഞ്ഞതാണ്. എന്നിട്ടും അവരുടെ അസ്തിത്വം ഉപേക്ഷിച്ച് വളരെ പെട്ടെന്ന് യു ഡി എഫിനൊപ്പം ചേരും, അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ടിടും, കോൺഗ്രസിന് വോട്ടിടും എന്ന് പ്രതീക്ഷിക്കുന്ന വി ഡി സതീശൻ കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? കേരളത്തിന് കോൺഗ്രസ് പാർട്ടി നൽകുന്ന സന്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏത് ബൈ ഹുക്ക് ഓർ ക്രുക്ക് അധികാരത്തിലെത്തുക. അതിന് ഏത് വർഗീയവാദിയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും വോട്ടിങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കാര്യം അധികാരമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് മതരാഷ്ട്രവാദമൊന്നും, ഇപ്പോൾ മതരാഷ്ട്രവാദം പറയാത്ത ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി ഇല്ലാത്ത പുള്ളിപ്പുലിയെ പോലെയാണ്, പുള്ളി നഷ്ടപ്പെട്ട പുള്ളിപ്പുലി പോലെയാണെന്ന് പറയേണ്ടി വരും. കാര്യം മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് അത് വേറിട്ട് നിൽക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നില്ല. അതിന് മാറി എന്നൊക്കെയാണ് വി ഡി സതീശൻ അവകാശപ്പെടുന്നത്. അവർക്ക് തന്നെ അഭിപ്രായം ഇല്ലെന്നേ. ജമാഅത്ത് ഇസ്ലാമിക്ക് പോലും ആ ഒരു അഭിപ്രായമില്ല. നമ്മൾ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നു? കേവലം 5% ആളുകൾ മാത്രമേ ഉള്ളൂ ജമാഅത്ത് ഇസ്ലാമിയിലുള്ളത്. 90% ആളുകൾ സുന്നി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതിൽ വെറും 5% ആളുകൾ മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ ഉള്ളത് കൃത്യമായിട്ട്. പക്ഷേ അവർക്ക് വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഇത്തരം വർഗീയ കക്ഷികളെ SDPI ആണെങ്കിലും നിരോധിക്കപ്പെട്ട PFI ആണെങ്കിലും ഇതിനെയെല്ലാം അമാൽഗമേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രോഡീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ചാലക ശക്തിയായിട്ട്, ഒരു കാറ്റലിസ്റ്റായിട്ട്, കെമിസ്ട്രിയുടെ ഭാഷയിൽ പറഞ്ഞ കാറ്റലിസ്റ്റായിട്ട് വർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അവർ ഈ പറഞ്ഞതുപോലെ എല്ലാ വർഗീയ ശക്തികളെയും, അത് പ്രത്യേകിച്ച് മുസ്ലിം വർഗീയ ശക്തികളെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് അവർ നടത്തുന്ന ശ്രമങ്ങളെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. കാര്യം അവർക്ക് വിസിബിലിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഒന്ന് പ്രധാനമായിട്ടും മാധ്യമം എന്ന് പറഞ്ഞ പത്രം, മാധ്യമം എന്ന് പറഞ്ഞ വാരിക തുടക്ക കാലത്ത് എങ്ങനെയായിരുന്നു? കമൽറാം സജീവ് എഡിറ്റർ, അതിനുശേഷം ഭൂതൻ സി മേനോൻ എഴുതുന്നു, അതുപോലെ രാജേശ്വരി എഴുതുന്നു, അതുപോലെ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. മീഡിയ സ്കാൻ എന്ന് പറഞ്ഞ യസീൻ അഷ്റഫിൻ്റെ കോളം, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ ആവേശത്തോടു കൂടി പുതിയൊരു ഭാവുകത്വമായിട്ട് വന്നൊരു മാഗസിനാണ് മാധ്യമം വാരിക. അതുപോലെ തന്നെ മുസാഫിർ അഹമ്മദ്, ഇങ്ങനെയുള്ള എഴുത്തുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നൊരു ഇതാണ്. അതുപോലെ തന്നെ മീഡിയ വൺ ചാനൽ തുടങ്ങിയപ്പോഴും. പക്ഷേ പയ്യെ ഇതിനകത്ത് അന്തർലീനമായിട്ടുള്ള ഒരു അണ്ടർ കറൻസ് എന്ന് പറയുന്നത് പച്ചയായ വർഗീയതയുടേതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പലപ്പോഴും ഇത് കണ്ടുവരുന്നത് ഇങ്ങനെയാണ്. മുസ്ലിം ലീഗിനകത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്തെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായിട്ട് തുടങ്ങുകയും പിന്നീട് അങ്ങേയറ്റത്തെ മതമൗലികവാദികളായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതിൽ ചില ആളുകളാണ് ആട് വയ്ക്കാൻ പോയവർ, അതിൽ ചില ആളുകളാണ് ജിന്നിൻ്റെ പേരിൽ വിഘടിച്ച് പോയത്, അതിൽ ചില ആളുകളാണ് സംഗീതം പോലും ഹറാമെന്ന് കരുതിയവർ, ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. അത് മാമുക്കോയ അതിനെക്കുറിച്ച് വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കേട്ടില്ല. ഇല്ല, അങ്ങ് പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം വയ്യ? കേൾക്കാം, അങ്ങ് പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള 40കളിൽ ഈ മൗലാന മൗദൂദി ഇത് സുന്നികളുടെ ജീവിത രീതി ശരിയല്ലെന്നും സുന്നികൾ ഇസ്ലാമിൻ്റെ ഒരു ജീവിത രീതിയായിട്ട് കാണുമെന്നും മറ്റേതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണെന്നും ജമാഅത്തെ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കാണുന്നുവെന്നും ഉള്ള ഒരു തുടക്കത്തിലാണ് തുടങ്ങുന്നത് തന്നെ. പിന്നെ ഈ പറഞ്ഞ കണക്കോലെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ബാന്ധവം പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പം കോൺഗ്രസ് തന്നെ BJPയുമായിട്ട് CPMന് ബാന്ധവം ഉണ്ടെന്നും എന്നൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ ആരോപണമൊന്നുമല്ല. 3 പതിറ്റാണ്ടോളം നിങ്ങൾക്ക് MP-മാരെ സമ്മാനിച്ചിട്ടുണ്ട്, MLA-മാരെ സമ്മാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് CPMന്. തീർന്നില്ല, 2-3 ആഴ്ച പോലും തികഞ്ഞിട്ടില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ വി അബ്ദുറഹ്മാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് വന്നിട്ട് ദലീമ MLA ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പങ്കെടുത്തിട്ട് എത്ര ദിവസമായതും കേരള അമീർ മുജീബ് റഹ്മാൻ പങ്കെടുത്ത വേദിയിലാണ് ദലീമ വന്നത്. എന്നിട്ട് ദലീമ പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു ഒരു നന്മ ചെയ്യുന്ന ഒരു വേദി, ഒരു ചാരിറ്റി ചെയ്യുന്ന വേദി എന്ന നിലയ്ക്കാണ് ഞാൻ അവിടെ പോയത്. ശരി, ദലീമയ്ക്ക് അറിയില്ലെന്നിരിക്കട്ടെ, വി അബ്ദുറഹ്മാന് അറിയാതിരിക്കുകയൊന്നുമില്ലല്ലോ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വേദിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാരികയിൽ ലേഖനം എഴുതുക എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു മാധ്യമമാണെന്ന് കരുതിയിട്ടല്ല ഞാൻ മാധ്യമ ആഴ്ചപ്പതിപ്പിൽ ലേഖനം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മീഡിയ വൺ ചാനലിൽ ഞാൻ പോകുന്നത്
എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. മാറ്റി നിർത്തുകയാണെങ്കിലും മാറ്റി നിർത്തണം. അല്ലാതെ നമ്മളെപ്പോഴും രണ്ട് അഭിപ്രായത്തിനാണ് ഒന്നുകിൽ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ മാറ്റി നിർത്തണം. ഓർഗനൈസേഷൻ പൂർണ്ണമായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഇവിടെ ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് എല്ലാ കാലത്തും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ അല്ല വേണ്ട എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ പറഞ്ഞതാണ് യാതൊരുവിധ വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് ബോൾഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് LDF സ്വീകരിച്ചതിന് കാരണം രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ വോട്ട് വാങ്ങിച്ചു എന്ന് AK ബാലൻ സമ്മതിക്കുന്നുണ്ട്, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്. ഈ പറഞ്ഞത് കണക്കോലെ വളരെ കൃത്യമായിട്ട് തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. യാതൊരുവിധ വർഗീയ സംഘടനയുടെയും, അതായത് ഒരു പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തിട്ട് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് യാതൊരുവിധ വർഗീയ പാർട്ടികളുടെയും വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് ഇൻവേർട്ടഡ് കോമേഴ്സ് ജമാഅത്തെ ഇസ്ലാമി എന്നോ RSS എന്നോ അല്ലെങ്കിൽ BJP എന്നോ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് പൊതുവായിട്ടുള്ളൊരു തീരുമാനമാണ്. അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ശരി, ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ശരി, ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെ ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇന്ന് ഇടതുപക്ഷം നിൽക്കുന്നത്. അതിനകത്ത് യാതൊരു വ്യത്യാസം തന്നെയില്ല. ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മലപ്പുറം ജില്ലാ രൂപീകരണമായിട്ട് പരാമർശങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ തള്ളി പറയേണ്ടി വരുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ, അതിലൊരു സംശയവുമില്ല. ചരിത്രം അതാണല്ലോ നമുക്ക് കാട്ടിത്തരുന്നത്. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കോൺഗ്രസ് ആരോപിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ജനസംഘത്തിന്റെ വോട്ട് മേടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, എനിക്ക് പറയാനുള്ള അവസരത്തിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ജനസംഘത്തിൻ്റെ വോട്ട് മേടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ജയിച്ചതെന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് വി ഡി സതീശൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എത്ര തവണ നിയമസഭയിൽ അടക്കം തിരുത്തി പറഞ്ഞു കൊടുത്തു, ജനസംഘം അന്ന് ഇല്ല, ജനസംഘം എന്ന് പറഞ്ഞൊരു പാർട്ടി ഇല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്താലും പിന്നെയും ഒരു നുണ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ തന്നെയല്ലേ ഇത്തരം നുണകൾ. ഇത് ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിൽ എവിടെയെങ്കിലും ഇവരുമായിട്ട് ചേർന്ന് നിന്ന് മത്സരിച്ചിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് അവരുടെ ക്ലെയിമാണ്, നമ്മളാരും പറഞ്ഞിട്ടില്ല. അത് ചില സാഹചര്യങ്ങളിൽ ചിലയിടത്ത് വോട്ട് ചെയ്തിട്ടുണ്ടാകാം